ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പകലിൽ നമ്മുടെ നടുവിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കൊരുമിച്ച് ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിൽ തിരുമുഖത്തേക്ക് നോക്കുവാൻ കർത്താവ് ഒരുക്കുന്ന നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആത്മീയാരാധനയ്ക്കായി ആലയത്തിൽ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ പ്രാരംഭമായിട്ട് അറിയിക്കട്ടെ. ഏറിയ പ്രാർത്ഥനയോടും തികഞ്ഞ ദൈവാശ്രയത്തോടും തുറന്നുള്ള അല്പസമയങ്ങൾ നമ്മൾ ഒരുമിച്ച് തിരുസന്നിധിയിലായിരിക്കുന്നത് നമ്മുടെ ഏവരുടെയും ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമാകേണ്ടതിന് പ്രാർത്ഥനയോട് നമുക്ക് തുറന്നുള്ള അല്പസമയങ്ങൾ ദൈവവചനത്തിൻ്റെ മുമ്പാകെ ആയിരിക്കാം. കഴിഞ്ഞ ആഴ്ചയുടെ ദിവസങ്ങളൊക്കെ കർത്താവ് നമ്മളെ സഹായിച്ചു, നമ്മളെ വഴി നടത്തി, കൂടെ ഇരുന്നു, നല്ലവനായിരുന്നു, വേണ്ടതെല്ലാം കർത്താവ് ഒരുക്കി തന്നു. ഈ നല്ല കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം നാം മുന്നോട്ട് നീക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രത്യേക കൃപ അനുഗ്രഹങ്ങൾ കർത്താവ് നമ്മുടെ മേൽ പകരേണ്ടതിന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ പല പ്രിയപ്പെട്ടവർ ഇന്നത്തെ ഈ ആരാധനയിൽ പങ്കെടുക്കാൻ കഴിയാതെ ശാരീരിക ക്ലേശങ്ങളാൽ ഭാരപ്പെട്ട ഭവനങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവരെല്ലാം കർത്താവ് സഹായിക്കട്ടെ. വരും ദിവസങ്ങളിൽ ആരോഗ്യത്തോടെ ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ കർത്താവിടെ വരുത്തേണ്ടതിന് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. വേഗത്തിൽ വായിച്ച സങ്കീർത്തനത്തിൽ നിന്ന് ചില ചിന്തകൾ ദൈവമക്കളോട് പങ്കുവെച്ചെൻ്റെ വാക്കുകൾക്ക് വിരാമം കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വായിച്ച അനുഗ്രഹീത സങ്കീർത്തനം 78-ാം സങ്കീർത്തനം 72 വാക്യങ്ങളുള്ള വലിയൊരു സങ്കീർത്തനമാണ്. നമ്മളതിൻ്റെ ഒരു ചെറിയ ഭാഗം ഇന്ന് പകൽ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു. വേഗത്തിൽ തന്നെ മറ്റു മുഖവരകളിലേക്ക് പോകാതെ ദൈവാത്മാവ് പ്രേരിപ്പിച്ചൊരു ചിന്ത ദൈവമക്കളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി 78-ാം സങ്കീർത്തനത്തിൻ്റെ 9-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. മതി. അവിടെ നമ്മൾ വായിച്ച വാക്യം, ആയുധം ധരിച്ച വില്ലാളികളായ എഫ്രയീമ്യർ യുദ്ധ ദിവസത്തിൽ പിന്തിരിഞ്ഞുപോയി. എന്തിനാ ദൈവം ആയുധം ധരിപ്പിച്ചത്? യുദ്ധം ചെയ്യാൻ വേണ്ടി ആയുധം ധരിപ്പിച്ച വില്ലാളികൾ. പ്രതീക്ഷയുണ്ട് ദൈവത്തിന്, ഇവർ വില്ലാളികളാ, യുദ്ധം ചെയ്യും. പക്ഷെങ്കിൽ ഇവർ പിന്തിരിഞ്ഞു പോയത് യുദ്ധ ദിവസത്തിൽ. അതിൻ്റെ പശ്ചാത്തലം വേഗത്തിൽ ഞാനൊന്ന് ഓടിച്ച് ആവശ്യത്തിലേക്ക് കയറാൻ ആഗ്രഹിക്കുന്നു. 78-ാം സങ്കീർത്തനം നമ്മൾ വായിച്ചു വരുമ്പോൾ ഇസ്രായേലിൻ്റെ ചരിത്രം ഏതാണ്ട് വിശദീകരിക്കുന്നുണ്ട്. ഇസ്രായേലിൽ നിന്ന് അവർ പുറപ്പെടുന്നു, മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്നു, ചെങ്കടൽ ദൈവം പിളർക്കുന്നു. ഏതാണ്ട് ദാവീദ് വരെയുള്ളതായ കാലഘട്ടത്തെ ചരിത്രം ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ അതിലുപരി നമ്മൾ ആ ഭാഗം, ഈ സങ്കീർത്തനം മനസ്സിരുത്തി പഠിച്ചാൽ കാണാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യം, ചരിത്രമല്ല അവിടെ പ്രാധാന്യത്തോട് പറയുന്നത്. ചരിത്രത്തിൽ അവർക്ക് സംഭവിച്ച പരാജയം നമുക്കൊരു ഉപദേശമായിട്ട് തരികയാണ്. അങ്ങനെയെങ്കിൽ ഈ സങ്കീർത്തനത്തിലുടനീളം ഉപദേശമാണ്. ഞാൻ പറഞ്ഞല്ലോ, ചരിത്രത്തെ, പരാജയങ്ങളെ മറ്റൊരാൾക്ക് വീഴ്ചയാകാതെ ഒരു വഴികാട്ടിയായി, ഒരു ഉപദേശമായി തരുന്ന ഒരു ഭാഗമാണ്. അങ്ങനെയെങ്കിൽ അതിലൊരു ഉപദേശമാണ് ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ടത്. ഒരിക്കൽ കൂടെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ആയുധം ധരിച്ച വില്ലാളികളായ എഫ്രയീമർ. അങ്ങനെങ്കിൽ അവർക്ക് കൊടുത്ത വിശേഷം വില്ലാളികളാ. അവരുടെ കയ്യിൽ എന്തുകൊണ്ട്? ആയുധമുണ്ട്. ഇവർ വില്ലാളികളായത്, അല്ലെങ്കിൽ അതിനുവേണ്ടി ട്രെയിൻ ചെയ്ത് അവരെ എടുത്തത് യുദ്ധം ചെയ്യാനാണ്. ആയുധം കൊടുത്തത് യുദ്ധം ചെയ്യാനാണ്. ഇവരെ പഠിപ്പിച്ചത്, അല്ലെങ്കിൽ ആ മിലിറ്ററി ആ ട്രെയിനിങ് ഇവർക്ക് കൊടുത്തത് പോരാടാനാണ്. പക്ഷെ അവിടെ സംഭവിച്ച കാര്യം എഴുതിയിരിക്കുന്നത്, ആയുധം ധരിച്ച വില്ലാളികളായ എഫ്രയീമ്യർ, അന്നോർത്ത് നോക്കി എന്തൊരു കഷ്ടമാണ്. യുദ്ധം ചെയ്യേണ്ട ദിവസം ശത്രുവിനെ കണ്ടപ്പോൾ പിന്തിരിഞ്ഞു പോയി. സാധാരണക്കാരാണെ നമുക്ക് പറയാം, സാരമില്ല, അവൻ്റെ ആയുധമില്ല, അവന് യുദ്ധം ചെയ്യേണ്ടത് അറിയത്തില്ല. പക്ഷെങ്കിൽ ഇവരെങ്ങനെയുള്ളവരാ? ഇനി ഞാൻ ചോദിച്ചോട്ടെ, ഈ ആയുധം ധരിപ്പിച്ച, ഈ ട്രെയിനിങ് കൊടുത്ത ആളിൻ്റെ മനോഭാവം എന്തായിരിക്കും? വളരെ ലളിതമായിട്ട് ഞാൻ പറയാം. കൊച്ചു കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിട്ടു, LKG ക്ലാസ്സിൽ. അന്ന് രാവിലെയും തലേ ദിവസം വൈകിട്ടും പോകാൻ നേരം വാരി കൊടുത്തോണ്ടിരിക്കുമ്പോഴും അമ്മ പറയും, മോനെ A4 ആപ്പിൾ ചോദിച്ചാൽ പറയണം. ഇന്നത്തെ എനിക്കറിഞ്ഞൂടെ, പണ്ടത്തെ കാര്യമാണ് ഈ പറയുന്നത്. ഇന്നൊക്കെ ചില മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇങ്ങനെ കൊച്ചിനെ വാരി കൊടുക്കുമ്പോഴും ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. പരീക്ഷ കഴിഞ്ഞ് വീട്ടിൽ വന്നു, മോനെ എന്തൊക്കെ ചോദിച്ചു? ആ കൊച്ചൻ ചോദ്യം പേപ്പർ കാണിച്ചു, നീ എന്തോ ആൻസർ കൊടുത്തു? ഇവൻ ഒന്നും പറഞ്ഞില്ല. ടീച്ചറിനെ കണ്ടപ്പോൾ ഇവനങ്ങ് ആകെ വെപ്രാളം, ആൻസർ കൊടുത്തില്ല. ആ അമ്മയുടെ മനോഭാവം എന്തോ?
മാതാക്കൾ ഉരുപ്പുണ്ടല്ലോ, കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുമോ? പിന്നെ പറയത്തില്ല, ഞാൻ കഴിച്ചില്ല, ഞാൻ ഉറങ്ങിയില്ല, കഷ്ടപ്പെട്ടത് മുഴുവൻ ആർക്കു വേണ്ടി? എന്തിനാ? കൊച്ചൻ A4 ആപ്പിൾ പറയാനാ. അത് കൊച്ചൻ പറയാഞ്ഞപ്പോ അമ്മയ്ക്കുണ്ടായ ദേഷ്യം എന്തോ? എടാ, ഞാൻ കഷ്ടപ്പെട്ടില്ലേ, ഇനി പഠിപ്പിച്ചില്ലായിരുന്നേ വേണ്ടി കേട്ടായിരുന്നു. നീ വല്ലതും പഠിച്ചു വെച്ച് പോ. അവനൊന്നും എഴുതിയില്ലേ, നമുക്ക് സാരമില്ല, പക്ഷെ ഞാൻ കഷ്ടപ്പെട്ടു. ഈ കഷ്ടപ്പാടിന്റെ റിസൾട്ട് കാണാഞ്ഞപ്പം സങ്കടം വരിക. സങ്കടം മാത്രമല്ല, ദേഷ്യം വരും. കൈ കിട്ടുന്ന എടുത്ത് ചിലപ്പം കൊടുത്തെന്ന് ഇരിക്കും. ഞാൻ ചോദിച്ചോട്ടെ, അങ്ങനെയെങ്കിൽ ദൈവത്തിന് നമ്മുടെ ചില മനോഭാവം കാണുമ്പോൾ ഉണ്ടാകുന്ന പ്രതികരണം എന്താ? നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്ക്. ദൈവം ആയുധം തന്നിട്ടില്ലേ? വചനം തന്നിട്ടില്ലേ? അതെങ്ങനെ ഉപയോഗിക്കേണ്ടെന്ന് പറഞ്ഞു തന്നിട്ടില്ലേ? ശത്രുവിനെ കാണുമ്പോൾ ഉപയോഗിക്കേണ്ട വചനം ഏതെന്ന് ദൈവം തന്നിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്, ദിവസവും കേൾപ്പിക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഭാഷയിൽ എഴുതി പുസ്തകം കൈ തന്നിട്ടുണ്ട്. ആധുനിക കാലത്ത് നമുക്കറിയാം 24 മണിക്കൂറും വചനം കേൾക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും സാധ്യതകളുമുണ്ട്. എന്നാൽ ഇതെല്ലാം ഉണ്ടായിട്ടും ഒരു പരീക്ഷയുടെ മുമ്പിൽ, ഒരു യുദ്ധത്തിൻ്റെ മുമ്പിൽ, ഒരു പ്രതിസന്ധിയുടെ മുമ്പിൽ പിന്തിരിഞ്ഞ് ഞാൻ പോയാൽ അത് ദൈവത്തിന് ഇഷ്ടമല്ല. നമ്മൾ ആദ്യം തന്നെ തിരിച്ചറിയണം. നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാൻ പോകുന്ന വിഷയം ആയുധധാരികൾ പിന്തിരിയരുത്, അഥവാ ആയുധധാരികൾ പിന്മാറരുത്. നമ്മൾ ആ ഭാഗത്ത് ഞാൻ 1-2 ചിന്തകൾ വേഗത്തിൽ ഉറപ്പിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. എഫ്രീമിനെ കുറിച്ചാണ് അവിടെ പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത്. എഫ്രീം, ആ വാക്യം തന്നെ വായിച്ചോളൂ. എഫ്രീം ആയുധധാരികളായി, അങ്ങനല്ലേ വായിച്ചു തുടങ്ങിയ? മതി, ഞാൻ പറഞ്ഞല്ലോ, ആയുധധാരികൾ പിന്മാറരുത്. ഈ ചിന്തയിൽ നിന്നുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. എഫ്രീം ആരാണെന്ന് ഒന്നൊക്കെ ചൂണ്ടിക്കാണിച്ച് വേഗത്തിൽ ഞാൻ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം നിർത്താതെ, നമുക്കറിയാവുന്ന ചില ചരിത്രങ്ങളാണെങ്കിലും ചാരം മൂടിക്കിടക്കുന്ന ചാരം ഒന്ന് ഊതി മാറ്റുമ്പോൾ അല്പം കൂടെ നമുക്കൊരു വെളിച്ചം കിട്ടുമല്ലോ. 41-ാം അധ്യായത്തിന്റെ 51, 52 വാക്യങ്ങൾ ജോസഫ് അവിടെ പറയുന്ന ചില പദങ്ങളുണ്ട്, വായിച്ചോളൂ. എന്റെ സകല കഷ്ടതയും എന്റെ പിതൃഭവനുമൊക്കെയും ദൈവം എന്നെ മറക്കുമാറാക്കി എന്ന് പറഞ്ഞ്, നമുക്കറിയാം ജോസഫിന് 2 മക്കൾ മിസ്രൈമിൽ വെച്ചുണ്ടായ മക്കളാണ്. ആദ്യജാതന് മനശ്ശെ എന്ന് പേരിട്ടു. അടുത്ത വാക്യം, അങ്ങനെയെങ്കിൽ എഫ്രീം ജോസഫിന്റെ 2ാമത്തെ മകൻ. ഈ മകന് പേരിട്ടപ്പം പേരിനൊരർത്ഥമുണ്ട്. എന്താ അർത്ഥം? സങ്കടദേശത്ത് ദൈവം എന്നെ വർദ്ധിപ്പിച്ചു. അങ്ങനെയെങ്കിൽ എഫ്രീം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ സങ്കടദേശത്ത് വർദ്ധിപ്പിക്കുന്നവൻ. ഒരു ദൂതി ഞാൻ പറയാം. ദൈവത്തിന് സമൃദ്ധിയുടെ ദേശത്ത് മാത്രമേ വർദ്ധിപ്പിക്കാമെന്നൊന്നുമില്ല. സങ്കടദേശത്തും ദൈവത്തിന് വർദ്ധിപ്പിക്കാൻ കഴിയും. കഷ്ടതയുടെ നടുവിലും വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. പലപ്പോഴും നമുക്കൊരു ധാരണയുണ്ട്, കാര്യങ്ങളൊക്കെ അനുകൂലമാകുമ്പോൾ, സാമ്പത്തികം വരുമ്പോൾ, മക്കൾ ഉന്നത നിലവാരത്തിലെത്തുമ്പോൾ, വിദ്യാഭ്യാസം കിട്ടുമ്പോൾ, ഒത്തിരി കാര്യങ്ങൾ നമ്മൾ എടുത്തു വെച്ച് പറയും, അന്ന് എന്നെ ഉയർത്തും, ദൈവം ഉയർത്തുമോ എന്നൊരു പ്രതീക്ഷ എനിക്കുണ്ട്. അല്ല, വചനം പറയുന്നു അപ്പോഴും ഉയർത്താം, അല്ലാത്തപ്പോഴും ഉയർത്താം. ഇവിടെ വായിച്ച വാക്യം നമ്മൾ വായിച്ചല്ലോ, സങ്കടദേശത്ത് ദൈവം എന്നെ ഉയർത്തി. ഇങ്ങനെയൊക്കെ ഞാൻ വീണ്ടും പറയുന്നു, ദൈവത്തിന് ഉയർത്താൻ ദേശം ഒരു ഘടകമല്ല, സാഹചര്യം ഒരു ഘടകമല്ല. ദൈവത്തിന് ആരെ എപ്പോൾ വേണമെങ്കിലും ഉയർത്താം. സങ്കടദേശത്തും ദൈവത്തിന് ഉയർത്താൻ കഴിയും. അങ്ങനെയെങ്കിൽ എഫ്രീം, ആ വാക്കിന്റെ അർത്ഥം തന്നെ നമ്മൾ പറഞ്ഞു, സങ്കടദേശത്ത് വർദ്ധിപ്പിച്ച ദൈവം. ഈ എഫ്രീമിനെ ദൈവത്തിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. തൻ്റെ അപ്പനായ ജോസഫിന് ഇഷ്ടമായിരുന്നു, വല്യപ്പനായ യാക്കോബിന് ഇഷ്ടമായിരുന്നു. ഒരു വാക്യം കൂടെ വായിച്ചോളൂ. 48-ാം അധ്യായത്തിൽ ഇവരെ അനുഗ്രഹിക്കാനായി ജോസഫ് അപ്പനായ യാക്കോബിന്റെ അടുക്കൽ ഇവരെ കൊണ്ടുവരുന്നു. 48-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം പ്രാരംഭത്തുനിന്ന് വായിച്ചു. അതിനു മുമ്പ് 10-ാം വാക്യം കൊടുത്ത് വായിച്ചു. എന്നാൽ ഇസ്രായേൽ മതി. ആ സമയം യാക്കോബിന്റെ മരണത്തോടടുത്ത സമയത്ത് കണ്ണ് കാണത്തില്ല. കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ട അപ്പനായ യാക്കോബിന്റെ അടുക്കൽ ജോസഫ് തൻ്റെ 2 മക്കളെയും കൊണ്ട് വന്ന് അപ്പൻ്റെ അനുഗ്രഹം മേടിക്കാൻ വേണ്ടി. നമുക്കറിയാം, പഴയ നിയമത്തിൽ, പുതിയ നിയമത്തിൽ വേദപുസ്തകത്തിലുടനീളമുണ്ട് അനുഗ്രഹം കൊടുക്കാൻ കഴിയും. തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്നത് അനുഗ്രഹമാണ്.
വയസ്സനായ കണ്ണ് കാണാത്ത യാക്കോബ് ഒരുപക്ഷെ ഇരിക്കുകയാകാം, നിൽക്കുക, എന്തായാലും അപ്പൻ്റെ മുമ്പിൽ ഈ ജോസഫ് തൻ്റെ 2 മക്കളെയും കൊണ്ടുവന്നു, മനശ്ശയും എഫ്രീമും. അങ്ങനെയെങ്കിൽ മനസ്സിലാകാനായിട്ട് ജോസഫ് ഇങ്ങനെ നിൽക്കുകയാണെന്ന് യാക്കോബ് നിൽക്കുകയാണെന്ന് കരുതുക. യാക്കോബിൻ്റെ വലത്ത് കൈയുടെ വശത്ത് കൊണ്ടുവന്ന് മനശ്ശയെ നിർത്തി, ഇടത്ത് കൈയുടെ വശത്ത് എഫ്രീമിനെ നിർത്തി. അപ്പം ജോസഫ് പറഞ്ഞു, അപ്പച്ച മക്കളെ കൊണ്ടുവന്നിട്ടുണ്ട്, മനശ്ശയും എഫ്രീമും ഇവിടെ ഉണ്ട്, ഇവരുടെ തലയെ കൈവച്ചൊന്ന് അനുഗ്രഹിക്കണം. അന്നത്തെ പ്രമാണം അനുസരിച്ച് അവർക്ക് വലത് കൈ കൊണ്ട് അനുഗ്രഹിച്ച അനുഗ്രഹം കൂടുതൽ കിട്ടുമെന്നൊക്കെ ഒരു ചിന്തയുണ്ട്. അപ്പം മൂത്ത മോന് കൂടുതൽ അനുഗ്രഹം, പഴയ നിയമത്തിലെ പ്രമാണമാണ്. മൂത്ത മകനാണല്ലോ ഇരട്ടി അവകാശം, അതുകൊണ്ട് മൂത്ത മോന് കൂടുതൽ അനുഗ്രഹം കിട്ടട്ടെ എന്ന് കരുതി വല്യപ്പൻ്റെ അടുക്കൽ 2 മക്കളെയും കൊണ്ട് നിർത്തിയപ്പോൾ അപ്പൻ അനുഗ്രഹിക്കാൻ തുടങ്ങിയപ്പോൾ അപ്പൻ അനുഗ്രഹിച്ച വേറൊരു സ്റ്റൈലില്ല. അപ്പൻ കൈ അങ്ങ് തിരിച്ചു വെച്ചു. ഇപ്പോൾ വലത്ത് കൈ ആരുടെ മേൽ ചെന്നു? എഫ്രീമിന്റെ മേൽ ചെന്നു. ഇടത് കൈ മനശ്ശയുടെ മേൽ വന്നു. അപ്പം ജോസഫ് പറഞ്ഞു, അപ്പാ മറ്റവനാ മൂത്തത്. അപ്പന് കണ്ണ് കാണത്തില്ല, ഞാൻ ആ കറക്റ്റ് പരുവത്തിന് അക്കൗണ്ട് നിർത്തിയേ, പക്ഷേ അച്ഛൻ ചെയ്ത പണി എന്തോ എൻ്റെ കൈ പിണച്ച് വെച്ചേക്കുന്നു. അപ്പം യാക്കോബ് പറഞ്ഞൊരു വാക്കോട്ട് ഇനി വായിച്ച ബാക്കി ഒന്ന് വായിച്ച് 14 ഒന്ന് വായിച്ചേ. ഇസ്രായേൽ വലങ്കൈ നീട്ടി കൈകളെ പിണച്ചു വെച്ചു. ഞാൻ പറഞ്ഞല്ലോ, വലതു കൈ നോർമലി മനശ്ശയുടെ തലയിൽ വെക്കണം, ഈ ആഗ്രഹത്തോടെ ജോസഫ് അവിടെ നിർത്തിയെങ്കിലും കൈ പിണച്ചു വെച്ചപ്പോൾ വലങ്കൈ എഫ്രീമിനെത്തി, ഇടം കൈ മനശ്ശയ്ക്കെത്തി. ഇനിയും അതിൻ്റെ 17 വാക്യം ഒന്ന് വായിച്ചേ. മതി. അങ്ങനെയെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ അനുഗ്രഹം അപ്പൻ പ്രതീക്ഷിച്ചത് മനശ്ശെ അനുഗ്രഹിക്കപ്പെടണം. പക്ഷെങ്കിൽ വല്യപ്പൻ ചെയ്തത് തിരിച്ചു ചെയ്തു. അപ്പൻ്റെ കൈ പിടിച്ചു മാറ്റാൻ തുടങ്ങി. അപ്പ ഇങ്ങനല്ല, തെറ്റിപ്പോയി. യാക്കോബ് പറഞ്ഞു, മോനെ എനിക്കറിയാം, ഞാൻ തെറ്റൊന്നുമല്ല കാണിച്ചത്. നിന്റെ ഈ ജ്യേഷ്ഠനേക്കാൾ അനുജന അനുഗ്രഹിക്കപ്പെടേണ്ടത്. ഇവൻ അനുഗ്രഹമുള്ളവനാ. നമുക്കറിയാമല്ലോ, ചില സമയങ്ങളൊക്കെ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ചില വാക്കുകളൊക്കെ അറിയാതെയും കയറി വരും. ബോധപൂർവം ഒന്നുമല്ല, ദൈവം അനുഗ്രഹിച്ചവരെ അനുഗ്രഹിക്കാൻ തുടങ്ങുമ്പോൾ അനുഗ്രഹ വാക്കൊക്കെ ഇങ്ങ് വരും. പ്രാർത്ഥിക്കുന്നവർക്കൊക്കെ അറിയാമല്ലോ, ബോധപൂർവം ചിലർക്ക് വേണ്ടി നമ്മൾ വാക്കുകൾ ചുരുക്കുന്നതുമല്ല. എനിവേ, ഞാൻ ആ ഭാഗത്ത് മുന്നോട്ട് പോകുന്നു. ഈ യാക്കോബ് പറഞ്ഞു, എനിക്കറിയാം ഞാൻ അബദ്ധം കാണിച്ചതല്ല, ഇവൻ അനുഗ്രഹിക്കപ്പെടേണ്ടവനാ. അങ്ങനെയൊക്കെ ഞാൻ ചോദിച്ചോട്ടെ, സങ്കടദേശത്ത് വർദ്ധിക്കപ്പെട്ടവനാണ് എഫ്രീം. 2, ആ വല്യപ്പന്റെ അനുഗ്രഹം ജ്യേഷ്ഠന് കിട്ടുന്നതിനേക്കാൾ കിട്ടിയവനാണ് എഫ്രീം. ഇനിയും ഈ എഫ്രീമിനെ കുറിച്ച് 1 കാര്യം കൂടെ പറഞ്ഞതിന് ശേഷം മുന്നോട്ട് പോകാം. യെശയ്യാ പ്രവചനം ഒന്നെടുത്തു, യെരമ്യാ പ്രവചനം. ഈ എഫ്രീം ദൈവത്തിന് പ്രിയപ്പെട്ടവനാണ്. 31-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം ഒന്ന് വായിച്ചു. മതി അവിടെ വായിച്ചത്, എഫ്രീം എൻ്റെ വാത്സല്യപുത്രൻ, ഓമനക്കുട്ടി. അപ്പൊ ദൈവത്തിന് എഫ്രീം ആരാ? വാത്സല്യപുത്രനാ, ഓമനക്കുട്ടിയാ ദൈവത്തിന് എഫ്രീം. തീർന്നില്ല. ഹോശയ പ്രവചനം 11-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം കൂടെ ഒന്ന് വായിച്ചേ. മതി. അവിടെയും വായിച്ചല്ലോ, ഞാൻ എഫ്രീമിനെ നടപ്പാൻ ശീലിപ്പിച്ചു, പിന്നെ നടക്കാൻ വയ്യാത്തപ്പോൾ ഞാൻ തോളയിലെടുത്ത് വെച്ചു. അപ്പൊ എഫ്രീം മോശക്കാരനാണോ? ഏതാണ്ടൊരു ആശയം കിട്ടിയെന്ന് കരുതുന്നത്. വേറെ വാക്യങ്ങളുണ്ട്, തൽക്കാലം ഇവിടെ കൂടെ ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കാം. ഈ എഫ്രീം ഞാൻ പറഞ്ഞു, സങ്കടദേശത്ത് വർദ്ധനവ് യോസേഫിന് കിട്ടി എന്ന് പറഞ്ഞ അപ്പൻ ഇട്ട പേര് എഫ്രീം. സങ്കടദേശത്ത് വർദ്ധിപ്പിച്ചു. വല്യപ്പൻ കൈ പിണച്ചു വെച്ച് അനുഗ്രഹിച്ചു. ദൈവം പറയുന്നു, എൻ്റെ ഓമനക്കുട്ടിയാ. ഹോശയായിൽ പറയുന്നു, ഇവനെ നടക്കാൻ ഞാൻ പഠിപ്പിച്ചു. ഇനി നടക്കാൻ വയ്യാഞ്ഞപ്പോൾ ഞാൻ തോളയിലെടുത്തോണ്ട്
അപ്പൊ എത്ര സ്നേഹമുണ്ട് എഫ്രൈമിനോട്, തീർന്നില്ല. മോശ അനുഗ്രഹം കൊടുക്കുമ്പോൾ 12 ഗോത്രങ്ങൾക്ക് അനുഗ്രഹം കൊടുക്കുമ്പോൾ എഫ്രൈം ഗോത്രത്തിന് കൊടുത്തൊരു അനുഗ്രഹം കൂടെ ഒന്ന് വായിച്ചു കേൾക്കാം. ആവർത്തന പുസ്തകം 33-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം കൂടെ വായിച്ചോളൂ. ആ, അവന്റെ കൊമ്പുകൾ കാട്ടുപോത്തിന്റെ കൊമ്പുകൾ. ആ ആ മതി. ജോസഫിന് കൊടുക്കുന്ന അനുഗ്രഹത്തിൽ എഫ്രൈമിനെ കുറിച്ച് പറയുന്ന ഒരു പ്രത്യേക പദം നിങ്ങൾ ശ്രദ്ധിച്ചെന്ന് കരുതുന്നു. ഇപ്പൊ വായിച്ച് അവസാനിപ്പിച്ചൊന്നു വായിച്ചേ. അവ, അതിന് തൊട്ട് മുമ്പിൽ കാട്ടുപോത്തിന്റെ കൊമ്പുകളുണ്ട്, ശത്രുക്കളെ വെട്ടി ഓടിക്കുമെന്നൊക്കെ പറഞ്ഞതിന് ശേഷം പറയുന്ന വാക്കാണ്. ആ, അവ എഫ്രൈമിന്റെ 10,000-ങ്ങളും മനസ്സയ്ക്ക് 1000-മേ ഉള്ളൂ. എഫ്രൈമിന് ഇപ്പൊ എത്ര കൊടുത്തു? 10,000. അങ്ങനെയെങ്കിൽ ദൈവം മോശയിലൂടെ വാഗ്ദത്തം കൊടുത്തപ്പോൾ, അനുഗ്രഹം കൊടുത്തപ്പോഴും എഫ്രൈം അനുഗ്രഹിക്കപ്പെട്ടവനാ. ഏതാണ്ട് എഫ്രൈമിനെ കുറിച്ച് ഒരു ആശയം ദൈവമൊക്കെ കിട്ടിയെന്ന് ഞാൻ കരുതുന്നു. ഇത്ര അനുഗ്രഹം കിട്ടിയ എഫ്രൈം പിന്തിരിയാൻ പാടില്ലായിരുന്നു. കാര്യം മനസ്സിലാകുമെന്ന് കരുതുന്നു. സങ്കടദേശത്ത് വർദ്ധിപ്പിച്ചവൻ, അപ്പൻ അനുഗ്രഹം കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ബോധപൂർവം ദൈവം കണ്ണ് കാണാത്ത യാക്കോബിനെ കൊണ്ട് അനുഗ്രഹിപ്പിച്ച എഫ്രൈം, ദൈവത്തിന്റെ ഓമനക്കുട്ടി, നടക്കാൻ പഠിപ്പിച്ചവൻ, തോളയിലെടുത്തോണ്ട് നടന്നവൻ, യുദ്ധത്തിൽ കാട്ടുപോത്തിന്റെ കൊമ്പുകൾക്കുള്ള ബലം ആ ജ്യേഷ്ഠൻ 1000 കിട്ടിയപ്പോൾ ഇവന് 10,000 കിട്ടിയവൻ, ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ ഒരു കലവറ കിട്ടിയ വ്യക്തി. ഈ വ്യക്തിയെക്കുറിച്ചാണ് സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ചത്. യുദ്ധ ദിവസത്തിൽ ആയുധം ധരിച്ച വില്ലാളികളായ എഫ്രൈമ്യർ പിന്തിരിഞ്ഞുപോയി. ഞാൻ വീണ്ടും ആ ഭാഗം ആവർത്തിച്ചോട്ടെ. അനുഗ്രഹം ഒന്നും കിട്ടിയില്ലായിരുന്നെങ്കിൽ, പ്രത്യേകിച്ച് ഉപദേശം കൊടുത്തില്ലായിരുന്നെങ്കിൽ, പ്രത്യേക അനുഗ്രഹത്താൽ നന്മകളാൽ നിറച്ചില്ലായിരുന്നെങ്കിൽ, അവർ വഴിവിട്ടു പോയാൽ സാരമില്ല, സങ്കടമില്ല. പക്ഷെങ്കിൽ ഇവിടെ പറയുന്ന ഈ ദൈവത്തിന്റെ അനുഗ്രഹം ലഭിച്ച വ്യക്തി പിന്തിരിഞ്ഞു പോകുന്നത് സങ്കടമാണ്. എന്നാൽ എന്തുകൊണ്ടാണ് പിന്തിരിഞ്ഞു പോയത്? എഫ്രൈം പറഞ്ഞു വരുമ്പോൾ നമ്മൾ ഓർക്കണം, ഇത് എഫ്രൈമിനെ തൽക്കാലം ഒന്ന് മാറ്റിവെച്ചിട്ട് നമ്മളിലേക്ക് നമ്മളൊന്ന് കയറുക. ഞാൻ ചോദിച്ചിട്ടെ, ഈ എഫ്രൈമിനെ കിട്ടിയ അനുഗ്രഹമൊക്കെ നമുക്കും കിട്ടിയിട്ടില്ലേ? എന്താ ബോധമില്ലേ? എഫ്രൈമിന് കിട്ടിയ അനുഗ്രഹം നമുക്ക് ദൈവം തന്നിട്ടില്ലേ? ഉണ്ട്, അതിലും തന്നിട്ടില്ലേ? ഇത്രമാത്രം അനുഗ്രഹം കിട്ടിയ വേറെ ആര് ലോകത്തിലുണ്ട്? ഒരു പാട്ട്, പഴയൊരു പാട്ട്, നമ്മെ പോലെ നന്മ ലഭിച്ചവർ മന്നിതിലാരുള്ളൂ. ഓർത്തോണം, നമ്മെ പോലെ നന്മ ലഭിച്ചവർ ഈ ലോകത്ത് ആരുമില്ല. പക്ഷെ പലപ്പോഴും നമുക്ക് ലഭിച്ചത് നന്മയാണെന്നും അനുഗ്രഹമാണെന്നും മറ്റുള്ളവർക്ക് കിട്ടാത്തതാണ് എനിക്ക് തന്നിട്ടുള്ളത് എന്നുള്ള ബോധ്യം നഷ്ടപ്പെട്ടു പോകുന്നതാ നമ്മൾ ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോകുന്നതിന്റെ കാരണം. ഞാൻ വേഗത്തിൽ എഫ്രൈം പിന്മാറിയ ചില കാരണങ്ങൾ ഒന്ന് ചൂണ്ടിക്കാണിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ കാരണം, നീക്കേണ്ട ചിലതിനെ എഫ്രൈം നീക്കിയില്ല. ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി നമ്മളോട് പറയുന്നുണ്ട്, നമ്മൾ പാർക്കുന്നത് ഈ ഭൂമിയിലാണ്. പാപം നിറഞ്ഞ ഭൂമിയിൽ, പാപികൾ തിങ്ങി നിറഞ്ഞ ഭൂമിയിൽ, വിശ്വാസമില്ലാത്ത ജനങ്ങളുടെ ഇടയിലൊക്കെ പാർക്കുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, നീക്കാൻ ദൈവം ചിലത് പറഞ്ഞിട്ടുണ്ട്, അതിനെ നീക്കണം. ഒന്നൊരു വാക്യം വായിക്കാം. യോശുവയുടെ പുസ്തകം 16-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോളൂ. എന്നാൽ അവർ വായിച്ചു. മതി, അവിടെ വായിച്ച വാക്യം നമ്മൾ ശ്രദ്ധിച്ചു. എഫ്രൈമ്യർ ഗേസരിൽ പാർത്തിരുന്ന കനാന്യരെ നീക്കിക്കളഞ്ഞില്ല. അതിനു മുമ്പ് ന്യായാധിപന്മാർ 1:29 ഒന്ന് വായിച്ചാൽ അല്പം കൂടെ വ്യക്തമാവും അത്. ബുക്ക് ഓഫ് ജഡ്ജസ് ചാപ്റ്റർ 1 വേഴ്സ് 29. അവിടെ വളരെ വ്യക്തമായി ഇവർക്ക് പ്രമാണം കൊടുക്കുമ്പോൾ ദൈവം പ്രമാണം കൊടുത്തിട്ടുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകം 1-ാം അധ്യായം പ്രാരംഭം തൊട്ട് യോശുവയുടെ പുസ്തകത്തിലൊക്കെ വേദപുസ്തകം ഉടനീളം പഠിച്ചാൽ കാണാൻ കഴിയുന്നുണ്ട്. ജാതികളെ നീക്കിക്കളയണം. കനാൻ നാട് ഇവരുടെ വാഗ്ദത്ത ദേശമാണ്. ഏതാണ്ട് 430 വർഷം ഇവർ പ്രവാസികളായി അടിമകളായി കിടന്ന കാലഘട്ടത്ത് ചുറ്റും പാർക്കുന്ന ജാതികൾ കനാൻ നാട് കൈവശമാക്കി. നമുക്കറിയാം, അന്യാധീനപ്പെട്ട് കിടക്കുന്ന ചില പറമ്പുകൾ
ഉടമ വിദേശത്തായിരിക്കും, നോക്കാൻ ആരുമില്ല. ആ പറമ്പിൽ ആർക്കും കയറാം, എന്തും ചെയ്യാം. നാളെ കുടിൽ കെട്ടി താമസിച്ചാലും അറിയാനില്ല, ആരെങ്കിലും അറിഞ്ഞ് വന്ന് മാറ്റിയെങ്കിലേ ഉള്ളൂ എന്ന് പറഞ്ഞതുപോലെ 430 വർഷം സ്വന്തമല്ലാത്ത ദേശത്ത് ഇസ്രായേൽ മക്കൾ പാർത്ത കാലത്ത് ഇവരുടെ അവകാശ ഭൂമി പലരും കയ്യേറി. എന്നാൽ ഇവർ വന്നു കഴിഞ്ഞ് ദൈവം വ്യക്തമായി യോശുവയോട് പറയുന്നുണ്ട്. ന്യായാധിപന്മാർ 1:1 കൂടെ വായിക്കാമോ? ന്യായാധിപന്മാർ പുസ്തകം 1:1. മതി, അവിടെ ഭാഗത്ത് വായിക്കുമ്പോൾ യുദ്ധം ചെയ്ത് ഇവരെ നീക്കണം. നിങ്ങളുടെ സ്വന്തം നാട് വാക്തത്വം കൈവശപ്പെടുത്തിയിരിക്കുന്ന അനേക ജാതികളുണ്ട്. ദൈവം തന്ന വാക്തത്വത്തെ കൈവശമാക്കി കയ്യേറിയിരിക്കുന്ന ജനത്തെ നീക്കിക്കളയാൻ പറഞ്ഞപ്പോൾ എഫ്രയീം ഇതിനെ നീക്കാൻ തയ്യാറായില്ല. നമുക്കറിയാം, എഫ്രയീം വേറൊരു ഭാഗത്തുണ്ട്, ദിനവൃത്താന്തങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഇവരുടെ വില്ലാളികൾ തന്നെ ഏതാണ്ട് 20,000 ചില്ലുവാനും പേരുണ്ട്. രൂബേൻ ഗോത്രത്തിന് യഹൂദ ഗോത്രം, ആദ്യത്തെ ഗോത്രങ്ങളൊക്കെ വരുമ്പോൾ 6,000, 7,000, 5,000 നിൽക്കുമ്പോൾ ഇവർക്ക് ഏതാണ്ട് 20,000 വില്ലാളികൾ തന്നെയുണ്ട്. ഈ എഫ്രയീമിനോട് പറഞ്ഞത് ജാതികളെ നീക്കണമെന്ന് പറഞ്ഞു. പക്ഷെ ഇവരെന്ത് ചെയ്തില്ല? ഈ 29 ഒന്നൂറ് വായിച്ചു, ഇപ്പം വായിച്ച ഭാഗം തന്നെ 1:29. അത് തന്നെയാണ് യോശുവയിലും പറയുന്നത്. കനാന്യരെ നീക്കിക്കളഞ്ഞില്ല. കനാന്യർ ഗൽസറിൽ അവരുടെ ഇടയിൽ പാർത്തു. വ്യക്തമായി തിരിച്ചറിയണം, നീക്കേണ്ടതിനെ നീക്കാൻ ദൈവത്തിന്റെ ആത്മാവ് നിയോഗം തരുമ്പോൾ സാരമില്ല, കൂട്ടത്തിൽ കിടന്നോട്ടെന്നേ. അടുത്തൊരു പദം എഴുതിയിട്ടുണ്ട്, അവരെ കൊണ്ട് ഊഴിയവേല ചെയ്യിച്ചു എന്ന് പറഞ്ഞാൽ അവരുടെ പണി ചെയ്യാൻ വേണ്ടി കിടന്നോട്ടെന്നേ, കളയണ്ട, ഇരിക്കട്ടെ, വല്ലപ്പോഴും ഒക്കെ പ്രയോജനം ചെയ്യും. ദൈവമക്കൾ വളരെ ഇവിടത്തോടെ ഓർക്കണം, ഈ ഭൂമിയിൽ നമ്മൾ പാർക്കുമ്പോൾ അക്ഷരികമായി ചിലരിടത്ത് നിന്ന് മാറി നിൽക്കേണ്ടത് മാറി നിൽക്കണം. അതല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ആത്മീയമായി നമ്മൾ തിരിച്ചറിയേണ്ടത് എന്നിലുള്ള ദൈവികമല്ലാത്ത സ്വഭാവങ്ങളെ, ചിന്തകളെ ഞാൻ നീക്കം ചെയ്യണം. അതും ഇരുന്നോട്ടെന്ന് പറഞ്ഞാൽ നാളുകളിൽ പിന്മാറിപ്പോകാൻ സാധ്യതകളുണ്ട്. ഞാൻ ഭാഗം ആവർത്തിച്ചോട്ടെ. എന്നിലുള്ള ദൈവഹിതമല്ലാത്ത ചില സ്വഭാവങ്ങൾ ഞാൻ നീക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ, ഇതിനെ നീക്കാതെ ഞാൻ വെച്ചുകൊണ്ടിരുന്നാൽ നാളുകളിൽ അത് എന്നെ ദൈവത്തിൽ നിന്ന് അകറ്റാൻ സാധ്യതയുണ്ട്. ലളിതമായൊരു ഉദാഹരണം പറഞ്ഞാൽ, കോപം അത് ജഡത്തിന്റെ പ്രവൃത്തിയാണ്, പാപമാണ്. കോപത്തെ നീക്കാൻ ദൈവം പറഞ്ഞു, സാരമില്ല, ഇരുന്നോട്ടെന്നേ. പക്ഷെ നമുക്കറിയാമല്ലോ, കോപം അതിൻ്റെ അത്യുച്ചകോടിയിലെത്തിയ സംഭവിക്കുന്ന എന്താ? യേശു കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, കൊലപാതകത്തിലായിരിക്കും അവസാനിക്കുന്നത്. കോപം പാപമല്ലെന്ന് നമ്മൾ പറയും, കൊലപാതകമോ? കോപിച്ചു, കൺട്രോൾ വിട്ടു, കയ്യിൽ കിട്ടിയത് എടുത്തൊരു തല്ലി, തീർന്നു ആള്. പിന്നെ കേസായി, പ്രശ്നമായി, കോടതിയായി, ജയിലായി. തുടക്കം എവിടുന്ന? ഇരുന്നോട്ടെന്നേ, നീക്കണ്ട, അവിടെ ഇരിക്കട്ടെ. പക്ഷെ ഇതെപ്പോഴാ വളർന്ന് വലുതാകുന്നതെന്ന് അറിയത്തില്ല. നമ്മൾ തിരിച്ചറിയണം. ഇങ്ങനെ ഓരോന്നും നിങ്ങൾ ലിസ്റ്റ് എടുത്ത് നോക്കാം. ചെറുതെന്ന് പറഞ്ഞാൽ നീക്കണമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നത്, ഞാൻ നീക്കാതിരുന്നാൽ നാളുകളിൽ ഇത് ഉഗ്രരൂപിയായി പുറത്തു വരാൻ സാധ്യതയുണ്ട്, ഇതെന്നെ തകർക്കാൻ സാധ്യതയുണ്ട്. ഇതുകൊണ്ട് വ്യക്തമായി പറയുകയാണ്, നീ ജാതികളെ നീക്കണം. നിന്നിൽ ദൈവഹിതമല്ലാത്തതിനെ നീ നീക്കം ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ, യുദ്ധ ദിവസത്തിൽ എഫ്രയീമർ പിന്തിരിഞ്ഞു പോയതിന്റെ കാരണങ്ങളിൽ ഒന്ന് നീക്കേണ്ടതിനെ നീക്കാഞ്ഞതാണ്. ഞാൻ ആ ഭാഗം വിശദീകരിക്കാതെ പെട്ടെന്ന് മുന്നോട്ട് പോകുന്നു. ഏതാണ്ട് കാര്യം മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. രണ്ടാമത്തെ ചിന്ത നമുക്കൊന്ന് വായിക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം തന്നെ എടുത്താട്ടെ, 5-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. മതി, അവിടെ വായിച്ചത് ഒന്നുകൂടെ വായിച്ച ഭാഗം മാത്രം. രണ്ടാമത്തെ ചിന്ത ഞാൻ വേഗത്തിൽ പറയാം. ജാതികളോട് ഇടകലർന്നു പോയി. ഒന്ന് ഞാൻ പറഞ്ഞു, നീക്കേണ്ടതിനെ നീക്കിയില്ല. നീക്കാതെ വന്നപ്പം ഇതിനകത്ത് മിക്സായി.
ആത്മീയമുണ്ടോ? ഉണ്ട്. കയ്യടിയുണ്ടോ? ഉണ്ട്. പ്രാർത്ഥന, ഉപവാസം, ആരാധന എല്ലാം ഉണ്ട്. കൂട്ടത്തിൽ എന്തുകൂടെ? ഈ ലോകത്തിന്റെ പലതുമുണ്ട്. മിക്സായി കിടക്കുക, ഏട്ടാകലർന്ന് നിൽക്കുക. അങ്ങനെയല്ലേ വായിച്ചത്? അല്ല, ഇപ്പം വായിച്ച വാക്ക് ഒരിക്കൽ കൂടെ വായിച്ചോളൂ. എഫ്രീമിൽ നിന്ന് അമാലേക്കിൽ വേരുള്ളവൻ. ഇംഗ്ലീഷ് ബൈബിൾ ഉണ്ടെങ്കിൽ മക്കളെ ഒന്ന് വായിച്ച ആ ഭാഗം. അവിടെ പറയുന്ന ഈ എഫ്രീമിൽ ഇപ്പൊ അമാലേക്കിന്റെ വേരുണ്ടെന്ന് അല്പം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ എത്ര ലളിതമാക്കി പറയാമത്. ഇപ്പൊ ഇവരുമായിട്ട് ഇടകലർന്നപ്പോൾ എഫ്രീമിന്റെ വേര് അങ്ങോട്ട് ചെന്നു, അമാലേക്ക് ചെന്നു. അമാലേക്ക് ശത്രുവാ. വേദപുസ്തകം അമാലേക്കിനെ പഠിച്ചു വരുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്, ജഡത്തിന് തുല്യമായി അമാലേക്കിനെ കാണാം. അങ്ങനെയെങ്കിൽ എഫ്രീമിന്റെ വേര് ഇപ്പൊ എവിടെ ഇറങ്ങിച്ചെന്നു? അമാലേക്ക് ചെന്നു. നമുക്കറിയാമല്ലോ, ശൗൽ കൊല്ലപ്പെട്ടത് അമാലേക്കർ നിമിത്തം ആ യുദ്ധത്തിലാണ്, അല്ലെങ്കിൽ രാജസ്ഥാനം പോയത്. ഇതൊക്കെ അമാലേക്കര് പ്രശ്നക്കാരാ. ഈ വേരിറങ്ങി, ഇത് നീക്കണ്ടതിനെ നീക്കാതെ അവരുടെ ഇടയിൽ പാർത്തപ്പോൾ അറിയാതെ വേരിറങ്ങി. നമുക്കറിയാം, ദെബോര ആ പാട്ട് പാടുമ്പോൾ പറയുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. എഫ്രീമിൽ അമാലേക്കിൽ വേരുള്ളവരുണ്ട്. അങ്ങനെയെങ്കിൽ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിന്റെ ഓമനക്കുട്ടി, വാത്സല്യപുത്രൻ, ഭുജത്തിലെടുത്തുകൊണ്ട് നടന്നവന്റെ വേരിപ്പോ എവിടാ? അമാലേക്കില. തീർന്നില്ല. യെശയ്യാ പ്രവചനം 7-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം കൂടെ വായിക്കാമോ? വേര് മാത്രമല്ല, അടുത്തൂടെ വായിക്കാം. എഫ്രീമിന്റെ തല. ഇംഗ്ലീഷിലൂടെ വാക്യം ഒന്ന് വായിച്ചേ മതി. എഫ്രീമിന്റെ തല ശമരിയ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ, തല എന്തിനാ ഉപയോഗിക്കുന്നത്? ആലോചന പറഞ്ഞു കൊടുക്കാനാ. അപ്പൊ എഫ്രീമിന് ഇപ്പൊ ആലോചന കൊടുക്കുന്ന ആരാ? ശമരിയ. എന്തുകൊണ്ടാ? നീക്കേണ്ടതിനെ നീക്കാൻ പറഞ്ഞപ്പം കിടന്നോട്ടുന്നേ, സാരമില്ല. അങ്ങനെയൊക്കെ പ്രസംഗം ഇതെല്ലാം കേൾക്കും. ദൈവാത്മാവ് എന്തൊക്കെ ദൂത് പറയും. ഇതെല്ലാം കൂടെ ഒക്കെ അങ്ങോട്ട് പാലിച്ച ഭൂമി ജീവിക്കാൻ പറ്റുമോ? നമുക്കിവിടുത്തെ വേണ്ടേ? കിടന്നോട്ടെന്ന്, എല്ലാം നീക്കണ്ട, എല്ലാത്തിൻ്റെ കൂടെ മിക്സായി നമുക്കങ്ങ് പോകാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ മിക്സായി കാലം മുന്നോട്ട് ചെന്നപ്പോൾ എഫ്രീമിന്റെ വേര് അമാലേക്കിലെത്തി. ഇപ്പൊ എഫ്രീമിനെ ഉപദേശിക്കുന്ന ആരാ? ശമരിയ. എഫ്രീമിന്റെ തല ശമരിയ, ഉപദേശകൻ ശമരിയ. ദൈവത്തിന്റെ ഓമനപുത്രൻ ഇപ്പം ദൈവത്തിന്റെ ഉപദേശമല്ല കേൾക്കുന്നത്, തോളിലെടുത്തുകൊണ്ട് നടന്ന് ദൈവത്തിന്റെ ശബ്ദം കേട്ടുകൊണ്ടിരുന്നവൻ ഇപ്പോൾ ദൈവിക ഉപദേശമല്ല കേൾക്കുന്നത്, ഇപ്പോൾ കേൾക്കുന്നത് ശമരിയരുടെ ഉപദേശം. ദൈവമക്കൾ വളരെ ഗൗരവത്തോടെ ഓർക്കണം. പിന്തിരിഞ്ഞു പോകാൻ സാധ്യത. ഞാൻ പറഞ്ഞല്ലോ, യുദ്ധ ദിവസത്തിൽ വില്ലാളികളായ എഫ്രീമർ പിന്തിരിഞ്ഞു പോയതിന്റെ കാരണങ്ങളാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ഗൗരവത്തോടെ ഓർക്കണം. ഈ ഭൂമിയിൽ നമ്മൾ പാർക്കുന്നു, ഈ ലോകത്തിൽ നമ്മൾ പാർക്കുന്നു. പക്ഷെങ്കിൽ ലോകത്തോട് ഇടകലരരുത്. കലർന്നാൽ വേരിറങ്ങാം, അവരുടെ ഉപദേശം സ്വീകരിക്കാം. ഇതൊന്നും തൽക്കാലം തെറ്റെന്നോ പ്രശ്നമെന്നോ തോന്നത്തില്ല. പക്ഷേ നിനക്കൊരു യുദ്ധം വരുമ്പോൾ, ഒരു പ്രശ്നം വരുമ്പോൾ നിനക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ പിന്മാറിപ്പോകാനുള്ള സാധ്യതകളുള്ളത് കൊണ്ട് വളരെ ഗൗരവത്തോടെ ദൈവത്തോട് കർത്താവേ, ഇല്ല, അമാലേക്കിൽ വേരിറങ്ങാൻ ഞാൻ അനുവദിക്കത്തില്ല. ശമരിയ എന്നെ ഉപദേശിക്കാൻ ഞാൻ അനുവദിക്കത്തില്ല. ഞാൻ അതിൽ നിന്ന് പിന്മാറാൻ ആഗ്രഹിക്കുന്നു. അടുത്ത 1-2 ചിന്തയുടെ വേഗത്തിൽ പറഞ്ഞ് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. പിന്മാറാനുള്ള അടുത്ത കാരണം ഹോശയ പ്രവചനം 4-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം കൂടെ ഒന്ന് വായിച്ചോളൂ. ധാരാളം വാക്യങ്ങൾ വായിപ്പിക്കണമെന്നുണ്ടെങ്കിലും തൽക്കാലം അത്യാവശ്യം വേണ്ടത് മാത്രം ഉറപ്പിച്ചങ്ങ് പോവാം. എഫ്രീം വിഗ്രഹങ്ങളുടെ മതി. അവിടെ വീണ്ടും പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ, ആ എഫ്രീമിന്റെ ആദ്യത്തെ ഭാഗങ്ങളൊന്നും മറക്കരുത്. കൈ പിണച്ചു വെച്ച് വല്യപ്പൻ അനുഗ്രഹം കൊടുത്തവൻ ഇപ്പോൾ എന്തായി മാറി? വിഗ്രഹങ്ങളുടെ കൂട്ടാളിയായി മാറി. പിന്തിരിയാനുള്ള സാധ്യതകൾ വളരെ ഗൗരവത്തോട് കാണണം. നമ്മൾ പറയും, ഞങ്ങൾ അതിനൊന്നും പോകത്തില്ല, ഞങ്ങൾ അങ്ങനെയുള്ള കാര്യത്തിലൊന്നും തിരിയത്തില്ല. അറിയാതോ അറിഞ്ഞോ നമ്മളൊക്കെ ഈ വഴി വിട്ടുപോയെങ്കിൽ ഓർത്തോണം, വിഗ്രഹങ്ങളുടെ കൂട്ടാളിയായാൽ പിന്മാറാനുള്ള സാധ്യതയുണ്ട്.
യെസ്, ഹല്ലേലൂയ. വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ വെച്ചതൊക്കെ സന്തോഷത്തോടെ ആരെങ്കിലും തന്നാൽ, അതാണെന്നറിഞ്ഞാൽ സന്തോഷത്തോടെ തന്നെ നോ എന്ന് പറഞ്ഞാൽ പിണങ്ങത്തൊന്നുമില്ല ആരും. നിങ്ങളോട് ബഹുമാനം കൂടത്തേ ഉള്ളൂ. നമുക്കറിയാമല്ലോ, നമ്മളൊക്കെ പാർക്കുന്നിടങ്ങളിലൊക്കെ അയൽവാസികൾ പലതുമൊക്കെ കൊണ്ടുതരും. അവരുടെ സന്തോഷമാണ്. അവരെ എങ്ങനെ പിണക്കുന്നത്? ഇത് ഇന്നിടത്തുനിന്ന് കൊണ്ടുവന്നതാ, നേർച്ചയാ, പ്രസാദമാ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്നാൽ അപ്പം പറയുക സ്വോത്രം പറഞ്ഞ് കഴിച്ചാൽ പോരെ? എല്ലാം സ്വോത്രം പറഞ്ഞ് കഴിക്കാൻ വേദോസ്തവത്തിൽ തെളിവൊന്നുമില്ല. ഇന്നതാണെന്ന് അറിഞ്ഞാൽ നീ നോ പറയണം. അവരോട് വളരെ സന്തോഷം, ഞങ്ങൾക്കിത് വേണ്ട, ചിരിച്ചോണ്ടെങ്കിൽ സന്തോഷത്തോടെ അവർ പറഞ്ഞു വിട്ടാൽ മതി. വഴക്കുണ്ടാക്കാൻ മുമ്പ് ഞങ്ങൾ ആരാന്നറിയാമോ, ഇതും കൊണ്ടാണോ നീ ഇങ്ങോട്ട് വന്നത്? വഴക്കിനൊന്നും പാടും, സന്തോഷത്തോട് സ്നേഹത്തോട് പറഞ്ഞാൽ അവർക്കും മനസ്സിലാവുമല്ലോ. നിങ്ങളോടുള്ള ബഹുമാനം കൂടത്തേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഇതുമായി ഇപ്പം വായിച്ച് അവസാനിപ്പിച്ച വാക്ക് ഒന്നുകൂടെ വായിച്ചേരാം. ഹോശേയ 4. കൂട്ടാളിയായി. അങ്ങനെ അർപ്പിച്ചത് കൊണ്ടൊന്ന് ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഞാൻ കൂട്ടാളിയായി. പിന്നെ ആഹാരമല്ലേ, അതിനെന്താ കിട്ടുന്നത് കഴിക്കല്ലോ. എല്ലാം കഴിക്കാനൊന്നും പ്രമാണമില്ല. നമ്മൾ വളരെ വിരുദ്ധത്തോടെ ഓർത്തോണം. ഞാൻ പിന്നീട് ഒരു അവസരത്തിൽ ആ ഭാഗം മാത്രം വിശദീകരിക്കാം. കൊരിന്ത്യർ അപ്പോസ്തലൻ പൗലോസ് പുതിയ നിയമസഭയ്ക്ക് കൊടുത്ത പ്രമാണത്തിൽ വ്യക്തമായി ഇത് പറയുന്നുണ്ട്. ദൈവം അനുവദിച്ചാൽ ഏതെങ്കിലും സമയത്ത് ആ ഭാഗം ഒന്നൊരു വിശദീകരിക്കാം. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. വിഗ്രഹങ്ങളോട് കൂട്ടാളിയായാൽ യുദ്ധ ദിവസത്തിൽ പിന്തിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പിന്തിരിയും. കൂട്ടാളിയാകരുത് എന്ന് പറഞ്ഞ അയൽവാസികളെയോ ബന്ധുപത്രാദികളെയോ കൂടെ ജോലി ചെയ്യുന്നവരെ പിണക്കരുത്. സ്നേഹത്തോടെ സന്തോഷത്തോടെ നമ്മുടെ ഉപദേശത്തിന് വേണ്ടി നിൽക്കാൻ ദൈവമക്കൾ തയ്യാറാവുക. എഫ്രയീം പിന്തിരിഞ്ഞു പോയതിൻ്റെ അടുത്തൊരു കാരണം ഹോശേയ പ്രവചനം തന്നെ എടുത്തോളൂ. 7-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം. ഹോശേയ പ്രവചനത്തിലാണ് എഫ്രയീമിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ പരാമർശമുള്ളത്. അതുകൊണ്ടാണ് ആ ഭാഗത്തു നിന്ന് എടുത്തു വരുന്നത്. 7-ന്റെ 8 7-ാം അധ്യായം 8-ാം വാക്യം. അടുത്ത് വായിച്ചു. മതി. അടുത്ത എഫ്രയീമിനെ കുറിച്ച് പറഞ്ഞു, ജാതികളോട് ഇടകലർന്നു. ഇതുമായിട്ട് അങ്ങ് മിക്സായി, തിരിച്ചറിയത്തില്ല. ജാതി ഏതാ, വിശുദ്ധൻ ഏതാ, തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ ഒരു ഭക്തനെയും അഭക്തനെയും തമ്മിൽ തിരിച്ചറിയാൻ കഴിയാത്ത നിലവാരത്തിൽ അതിനകത്ത് ഇടകലർന്നു. മാത്രമല്ല, അടുത്ത് പറയുന്ന വാചകമാണ് ശ്രദ്ധേയം. എഫ്രയീം പിന്മാറിപ്പോയതിൻ്റെ അടുത്ത കാരണം മറിച്ചിടാത്ത ദോശയാണ്. എന്താ ഈ മറിച്ചിടാത്ത ദോശയുടെ കുഴപ്പം? എന്താ സംഭവിക്കും? ഒരു വശം കരിഞ്ഞു പോകും, മറുവശം വേഗാതെ ഇരിക്കും. ആ ദോശ എത്ര വശം നിരുന്നാലും തിന്നു. എന്താ? ഞാൻ വേഗത്തിൽ പറയാം. ഒരു ദൈവപൈതൻ്റെ ജീവിതത്തിൽ 2 വശം, ഒന്ന് ഉപദേശം, മറ്റൊന്ന് ജീവിതം. ഇത് രണ്ടും ഒരുപോലെ വേണം. നമ്മൾ ഉപദേശത്തിന് വേണ്ടി വീറോടെ നിൽക്കുന്നവരാണ്. പലയിടക്കൽ പലരും തർക്കിക്കുന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഞങ്ങളുടെ ഉപദേശം കറ തീർന്നതാണ്. സത്യമാണ്. ഉപദേശം വിട്ട് ഒരു പരിപാടിക്ക് ഞങ്ങൾ ഉപദേശവും വിശുദ്ധിയും ഒത്തിരി കാര്യങ്ങളൊക്കെ നമ്മൾ പറയും. ഞങ്ങൾ പ്രമാണത്തിന് വേണ്ടി നിൽക്കുന്നവരെ, ഉപദേശത്തിന് വേണ്ടി നിൽക്കുന്നവരെ, ഞങ്ങളുടെ ഉപദേശമാണ് ശരിയായ ഉപദേശം, സമ്മതിച്ചിരിക്കുന്നു. പക്ഷെങ്കിൽ ഈ ഉപദേശം പറയുന്ന ആള് ഉപദേശം ജീവിതത്തിലും കാണിക്കണം. പലപ്പോഴും എന്തേ ഉള്ളൂ, നമുക്ക് ഉപദേശത്തിൻ്റെ ആ ദോശക്കല്ലിൽ ഇങ്ങനെ കിടക്കുക, ആ സൈഡ് നന്നായിട്ട് അങ്ങ് വെന്തു. ജീവിതം ഇടയ്ക്കൊന്ന് തിരിച്ചു വിടണേ. നിന്റെ ജീവിതം കൂടെ ഒന്ന് കാണട്ടെ. ജീവിതം കാണിക്കാതെ ഉപദേശം പറഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ, അതിപ്പോൾ അങ്ങ് കരിഞ്ഞു. അതുകൊണ്ട് വന്നേച്ചാൽ ഇപ്പം പെന്തിക്കോസിൽ ഉപദേശം ആർക്കും കേൾക്കണ്ട. നിങ്ങൾ കുറേ കാലം ഉണ്ടല്ലോ ഉപദേശമൊക്കെ പറയുന്നത്. ഈ ഉപദേശമൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്നില്ലല്ലോ. ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യം വന്നില്ലേ? കാരണം കരിഞ്ഞുപോയി, മറിച്ചിടുന്നില്ല. ദൈവമക്കൾ വളരെ ഗൗരവത്തോടെ ഓർക്കണം. എഫ്രയീമിന് പറ്റിയ പരാജയം ഉപദേശത്തിന് കുഴപ്പമൊന്നുമില്ല. ഒത്തിരി ക്വാളിറ്റീസ്, ദൈവം പോലും സ്നേഹിച്ചവൻ. പക്ഷെങ്കിൽ ഇത് മറിച്ചൂടൊന്നിട. എൻ്റെ ഉപദേശം എൻ്റെ ജീവിതവും ഒന്നാകണം. നമുക്കറിയാമല്ലോ, യേശു കർത്താവിനെ കുറിച്ച് പറയുന്ന ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, യേശു താൻ പ്രവർത്തിച്ചതും പറഞ്ഞു തുടങ്ങിയതും. യേശു ഉപദേശം മാത്രമല്ല കൊടുത്തത്, യേശു പ്രവർത്തിച്ചു കാണിച്ചു.
അങ്ങനെയെങ്കിൽ ഓർക്കണം, നമ്മൾ യേശുവിന്റെ പുറകെ ഇറങ്ങിത്തിരിച്ച ശിഷ്യന്മാർ, യേശുവിന്റെ അനുഗാമികൾ, ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവർ, ഉപദേശം മാത്രം പോരാ, ജീവിതം വേണം. ഞാൻ ആവർത്തിക്കുന്നു, ജീവിതമില്ലാത്ത ഉപദേശം മറിച്ചിടാത്ത ദോശ പോലെ ഒരു വശം കരിഞ്ഞു മാറുന്നുണ്ട്. ഈ ഉപദേശവും കൊണ്ട് പുറത്തോട്ടിറങ്ങി എത്ര വിശന്നിരിക്കുന്നവർക്ക് കൊടുത്താലും അവർ പറയും ഇത് വേണ്ട. വിശപ്പില്ലാഞ്ഞിട്ടല്ല, ദോശ ഇഷ്ടമല്ലാഞ്ഞിട്ടുമല്ല, എന്തുകൊണ്ട് നോ പറഞ്ഞു? ഒരു വശം കരിഞ്ഞുപോയി. ഞാൻ ആ ഭാഗം അധികം വിശദീകരിക്കുന്നില്ല, മനസ്സിലായെന്ന് കരുതുന്നു. ഉപദേശമുണ്ട്, കൂട്ടത്തിൽ എന്തൂടെ വേണം? ജീവിതം വേണം. ദൈവം നമ്മളെക്കുറിച്ച് ഏറ്റവും ആഗ്രഹിക്കുന്നതാണ്. ഭക്തന്മാരായ ഒരു ഭക്തന്റെ ചരിത്രം ഞാൻ കേട്ടിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഏതോ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യത്ത്, ഇന്ന് കമ്മ്യൂണിസം പ്രബലമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, സുവിശേഷം പറഞ്ഞാൽ അന്നേരം തല വിട്ടു. ആ രാജ്യത്ത് ഈ മനുഷ്യൻ ജീവിച്ചു. യേശു എങ്ങനെ ജീവിച്ചു അതുപോലെ അദ്ദേഹം ജീവിച്ചു. തനിക്കറിയാം, സുവിശേഷം പറയാനൊക്കത്തില്ല. താൻ ജോലി ചെയ്ത ഓഫീസിൽ യേശുവിനെ പോലെ അദ്ദേഹം ജീവിച്ചു. വർഷങ്ങൾക്ക് ശേഷം ആ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടി, കമ്മ്യൂണിസ്റ്റ് ഭരണം മാറി. സുവിശേഷകർ അവിടെ ചെന്നു, സുവിശേഷം പറഞ്ഞു. ആ സുവിശേഷം പറഞ്ഞ കൂട്ടത്തിൽ ഒരു മനുഷ്യനോട് സുവിശേഷം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, യേശുവിനെ കുറിച്ച് പറഞ്ഞു, യേശു ഒരു 5 വർഷം മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു. അവർ യേശു ഇവിടെ ഉണ്ടായിരുന്നു. അതെ, ഞങ്ങളുടെ ഓഫീസിൽ ജോലി ചെയ്തു. നിങ്ങൾ ഈ പറഞ്ഞ യേശു ഇവിടെ ജോലി ചെയ്തു. യേശുവാണോ ജോലി ചെയ്തത്? യേശുവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ആ മനുഷ്യന് മനസ്സിലായി, എടാ ഇതേപോലെ ജീവിച്ച ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. കാര്യം മനസ്സിലാവുന്നുണ്ടോ? ആ മനുഷ്യൻ ആ കാലത്ത് പറയാൻ ഉപദേശത്തിന് സാധ്യതയില്ല, പക്ഷെ അതിന്റെ ജീവിതം കൊണ്ട് കാണിച്ചു യേശു ആരാ. ഞാൻ ചോദിച്ചിട്ട് ഏറ്റവും വലുത് അതല്ലേ? ആ സുവിശേഷം പറഞ്ഞ മിഷണറി അത്ഭുതപ്പെട്ടു പോയി. അദ്ദേഹം ചോദിച്ചു എന്ത്? ഒടുവിൽ പറഞ്ഞു, ആ പേര് വരെ പറഞ്ഞു, ഈ മനുഷ്യൻ ഇവിടെ ജീവിച്ചിരുന്നു, ഈ ഓഫീസിൽ ജോലി ചെയ്തു. നിങ്ങൾ ഈ പറഞ്ഞ യേശുവിൻ്റെ എല്ലാ ക്വാളിറ്റീസും ആ മനുഷ്യനെ ഞങ്ങൾ കണ്ടു. ദൈവമക്കൾ, ഞാൻ എൻ്റെ വാക്ക് ആ ഭാഗത്തുനിന്ന് വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ 1000 വാക്കുകളെക്കാൾ നമ്മുടെ ജീവിതമാണ് ഏറ്റവും വലുത്. എൻ്റെ ജീവിതം കണ്ടുകൊണ്ട് മറ്റുള്ളവർ എന്നെക്കുറിച്ച് പറയണം, അത് ദൈവത്തിൻ്റെ മകനാ, ഇന്ന വ്യക്തി ഭക്തനായ ഒരു വ്യക്തിയാ എന്ന് നമ്മളെക്കുറിച്ച് മറ്റൊരാൾക്ക് പറയാൻ കഴിയണമെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ടാണ്. ശൂന്യംകാരത്തി എലീശയെ കുറിച്ച് പറയുന്ന ഒരു വാക്ക് രാജാക്കന്മാർ പുസ്തകം നമ്മൾ കാണുന്നുണ്ട്. അവിടെ ശൂന്യംകാരത്തി തന്നെ ഭർത്താവിനോട് പറയുന്ന ഒരു വാക്ക് ഇങ്ങനെയാണല്ലോ, നമ്മുടെ ഈ വഴിയായി കൂടെ കൂടെ കടന്നു പോകുന്ന ആ മനുഷ്യൻ ഭക്തനായ ഒരു വിശുദ്ധനായ ഒരു മനുഷ്യനെന്ന് ഞാൻ കാണുന്നു. എലീശ അവിടെ കയറി സുവിശേഷം പറഞ്ഞിട്ടല്ല, ആ വീട്ടിലോ അല്ലെങ്കിൽ ആ ദേശത്തോ താൻ പബ്ലിഷ് ചെയ്ത് ഞാനൊരു പ്രവാചകനാണെന്ന് പറഞ്ഞിട്ടല്ല. അവർക്ക് എലീശയുടെ ജീവിതം കണ്ടപ്പോൾ മനസ്സിലായി ഇതൊരു ഭക്തനാ. അതിൻ്റെ പേരിലാ അവരൊരു വീട് പണിത് കൊടുത്തത്, ഒരു മുറി പണിത് കൊടുത്തത്. അങ്ങനെ ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോയിക്കോട്ടെ. ജീവിതവും ഉപദേശവും ഒരുപോലെ വേണം. ഇല്ല എങ്കിൽ മറിച്ചിടാത്ത ദോശയാണ്. ഈ ദിവസം നമുക്ക് ദൈവത്തോട് ഒന്ന് പ്രാർത്ഥിക്കാൻ. കർത്താവേ, ഞങ്ങൾ മറിച്ചിടാത്ത ദോശയാണോ? എന്തുകൊണ്ട് ഈ ദോശ ചെലവാകുന്നില്ല? എന്തുകൊണ്ട് ആരും ഞങ്ങൾ കൊടുക്കുന്ന സുവിശേഷം ഭക്ഷിക്കുന്നില്ല? എന്നിട്ട് പറയുന്നു, ഉപദേശം വേണം, മാറരുത്. കറ തീർന്ന ഉപദേശത്തിൽ അടി ഉറച്ചു നിൽക്കണം, പക്ഷെ അത് ജീവിതത്തിലൂടെ വെളിപ്പെടുത്തുകയും വേണം. ഞാൻ പറഞ്ഞല്ലോ, എഫ്രൈം പിന്തിരിഞ്ഞു പോയതിന്റെ അടുത്ത കാരണമാണ് പറഞ്ഞത്. മറിച്ചിടാത്ത ഒരു വാക്യം കൂടെ പറഞ്ഞാൽ ആ ഭാഗം അവസാനിപ്പിക്കാം. 78-ാം സങ്കീർത്തനത്തിൽ ഒന്നിടന്ന് മടങ്ങി വന്നിട്ട് നമുക്കതിന്റെ 10-ാം വാക്യം കൂടെ ഒന്ന് വായിച്ചോ. എഫ്രൈം പിന്തിരിഞ്ഞു പോയതിന്റെ അടുത്ത കാരണം, അവർ ദൈവത്തിന്റെ നിയമം, തൊട്ടുമുകളിൽ വായിച്ചല്ലോ, എഫ്രൈമിനെ കുറിച്ചാണ് വായിച്ചത്. അതുകൊണ്ടാണ് എഫ്രൈം, അവരെ കുറിച്ച് പറയുന്നത്. എഫ്രൈം ദൈവത്തിന്റെ നിയമം പ്രമാണിച്ചില്ല. ന്യായപ്രമാണം ഉപേക്ഷിച്ചു കളഞ്ഞു. പിന്മാറാനുള്ള കാരണങ്ങൾ ഇതാ. ദൈവത്തിന്റെ നിയമം പ്രമാണിച്ചില്ല, ന്യായപ്രമാണം ഉപേക്ഷിച്ചു. ഇത്രയും വന്നതുകൊണ്ട് എഫ്രൈം പിന്മാറിപ്പോയി. എൻ്റെ വാക്ക് ഇവിടെ അവസാനിപ്പിക്കും മുമ്പ് ആ ഭാഗം ഞങ്ങൾ ആവർത്തിച്ചോട്ടെ. യുദ്ധ ദിവസത്തിൽ പിന്തിരിയാനല്ല ദൈവം ആയുധം ധരിപ്പിച്ചത്. യുദ്ധം ചെയ്ത് മുന്നേറാൻ ദൈവം ആയുധം ധരിപ്പിച്ചപ്പോൾ യുദ്ധ ദിവസത്തിൽ പിന്മാറിപ്പോയതിൻ്റെ കാരണങ്ങളിൽ ചിലതാണ് നമ്മൾ ചിന്തിച്ചത്. ദൈവമക്കളുടെ മനസ്സിലൂടെ ചിന്തകൾ ഒന്ന് കടത്തിവിട്ട്
എഫ്രീമിനെ നേരെ പോയിന്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ വിരൽ ചൂണ്ടിക്കൊണ്ട് നമ്മൾ അവിടെ കൊണ്ട് അവസാനിപ്പിക്കല്ലേ, പകരം പറ, എഫ്രീമിന്റെ സ്ഥാനത്ത് എന്നിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട്, കർത്താവേ, ഈ പറയപ്പെട്ടത് എന്തെങ്കിലും എന്നിലുണ്ടോ? ഉണ്ടെങ്കിൽ പിന്മാറിപ്പോകാൻ സാധ്യതകളുണ്ട്. വ്യക്തമായി ദൈവമക്കളെ ഞാൻ ഓർപ്പിച്ചോട്ടെ, ദൈവം വിളിച്ചത് പിന്മാറാനല്ല, മുന്നേറാനാണ്. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ വായിക്കേണ്ട നമുക്കറിയാവുന്ന ഭാഗമായതുകൊണ്ട് ഞാൻ ഓടിച്ചു വിട്ടേക്കാം. അവിടെ നമ്മൾ കാണുന്നുണ്ട് ഒരു പടയാളി. 10-ാം വാക്യത്തിൽ, ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുവിൻ, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവിൻ. ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചു നിൽക്കുന്ന ഒരു പടയാളി. ഈ പടയാളിയെ സർവായുധ വർഗം ധരിപ്പിച്ചത് മുന്നേറാനാണ്. അവിടെ തുടങ്ങുന്നുണ്ടല്ലോ, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോട്, അധികാരങ്ങളോട്, ഈ അന്ധകാരത്തിന്റെ വായിച്ചോളൂ. അങ്ങനെയെങ്കിൽ പൈശാചിക ശക്തികളോട് പോരാടാൻ ദൈവം ഒരു ദൈവ പൈതലിനെ ആയുധം ധരിപ്പിച്ചു. ആ ഭാഗങ്ങളൊക്കെ പഠിച്ചു വരുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. തലയിൽ ഹെൽമറ്റ്, കവചം നെഞ്ചത്ത് മൂടിയിരിക്കുന്നു, കാലിൽ ചെരുപ്പുണ്ട്, കയ്യിൽ പരിചയമുണ്ട്. ഒരു തരത്തിലും പിശാചിന്റെ അമ്പുകൾക്ക് ഇവനെ തൊടാൻ കഴിയത്തില്ല, ഇവൻ നേരെ നിൽക്കുന്നിടത്തോളം കാലം. എന്നാൽ ആ ഭാഗം എഫേസ്യർ നിങ്ങൾ വായിച്ചു വരുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്, പുറകിൽ മാത്രം യാതൊരു പ്രൊട്ടക്ഷനുമില്ല. പിശാച് എപ്പോഴാണ് ആക്രമിക്കുന്നത്? പിന്തിരിഞ്ഞാൽ ആക്രമിക്കും. എന്നൂടെ പറഞ്ഞോട്ടെ, നേരെ നിൽക്കാമോ? എത്ര വലിയ ശക്തി വന്നാലും, ദുഷ്ടന്റെ തീയമ്പ് നിന്റെ നേരെ പാഞ്ഞെടുത്താലും, കുടുംബത്തിന് നേരെ പാഞ്ഞെടുത്താലും, തലമുറയുടെ നേരെ പാഞ്ഞെടുത്താലും, നീ നേരെ നിൽക്കാമോ? നിന്നെ തൊടാൻ പിശാചിന് കഴിയത്തില്ല. അങ്ങനെ പറഞ്ഞോട്ടെ, തിരിഞ്ഞോടിയാൽ നിന്റെ പുറത്ത് യാതൊരു കവറിങ്ങുമില്ല. പിശാച് അമ്പെയ്യും, വീണു പോകുന്നത് പിന്തിരിയുന്നവരാ. നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, പിന്മാറാനല്ല എന്നെ വിളിച്ചത്, മുന്നേറാനാ എന്നെ വിളിച്ചത്. യെസ്, ഹല്ലേലൂയ. നിന്റെ കയ്യിൽ ദൈവം തന്ന ഈ സർവായുധ വർഗങ്ങൾ ധരിച്ചുകൊണ്ട് നീ മുന്നേറുക. ഉറച്ചു നിന്നാൽ നിന്നെ തൊടാൻ ശത്രുവിന് കഴിയത്തില്ല. അവൻ മാറി നിന്ന് പറയും, എനിക്ക് തൊടാൻ പറ്റുന്നില്ലല്ലോ, എനിക്ക് ആക്രമിക്കണമെന്നുണ്ട്. പക്ഷെങ്കിൽ അവന്റെ കയ്യിൽ സർവായുധങ്ങളുണ്ട്. അവൻ നിവരെ നിൽക്കും, നേരെ നിൽക്കുന്നു. മുന്നേറും കാലത്തോളം എനിക്ക് തൊടാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ് ശത്രു മാറി നിൽക്കും. പിന്മാറിയാൽ അപകടമാ, ആപത്താ. അവിടം കൊണ്ട് എൻ്റെ കാര്യം അവസാനിച്ചു. ഇന്ന് മക്കൾ ദൈവമക്കളെ, ആത്മാവിൽ ആ ദൂത് ഞാൻ ആവർത്തിച്ച് പറഞ്ഞോട്ടെ, നീ പിന്മാറിയാൽ പിശാചിന് എളുപ്പമാ. നീ നേരെ നിൽക്കുന്നിടത്തോളം പിശാചിന് നിന്നെ തൊടാൻ കഴിയത്തില്ല. ഞാനൊരു വാക്യം ഒന്ന് ഓർപ്പിക്കാം. എബ്രായരെ ഒന്ന് എടുത്താട്ടെ, 10-ാം അധ്യായത്തിന് ഒരു വാക്യം മാത്രം വായിച്ചങ്ങ് അവസാനിപ്പിച്ചേക്കാം. 10-ാം അധ്യായത്തിന്റെ 38-39 വാക്യങ്ങളൊന്ന് വായിച്ചോ. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിൽ അവന്. അപ്പം പിന്മാറുന്നവരോട് ആർക്കിഷ്ടമല്ല? ദൈവത്തിന് ഇഷ്ടമല്ല. വചനം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, എൻ്റെ ഉള്ളത്തിൽ അഥവാ ദൈവത്തിൻ്റെ ഉള്ളത്തിൽ പിന്മാറുന്നവനോട് പ്രസാദമില്ല. അടുത്ത വാക്യം കൂടെ വായിച്ച്. അങ്ങനെയെങ്കിൽ അർത്ഥമാണ്. രണ്ട് വാക്കുകൾ അവിടെ പ്രത്യേക പദമെന്ന് ഞാൻ ഓർപ്പിക്കാം. നാമോ, അപ്പം പിന്മാറുന്നെങ്കിൽ എങ്ങോട്ടാ? മുന്നേറുന്നെങ്കിലോ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ്. ദൈവമക്കൾ തീരുമാനിച്ചു വേണം. ഞാൻ പുറകോട്ട് പോയാൽ നാശത്തിലേക്കാണ്, പിന്മാറിയാൽ നാശത്തിലേക്കാണ്, മുന്നേറിയാൽ ജീവരക്ഷ പ്രാപിക്കും. ഒത്തിരി തെളിവുകളുണ്ട്, അതോടെ എടുക്കാൻ പോയാൽ സമയം പോകും. എന്ന ഒറ്റ വാക്ക് പറഞ്ഞ് അവസാനിപ്പിച്ചേക്കാം. 7 വർഷം മിദ്യാനിയർ ഇസ്രായേലിനെ നശിപ്പിച്ചുകൊണ്ടിരുന്നു. അവർ വിതയ്ക്കുന്ന പരുവാകുമ്പോഴത്തേക്ക് നശിപ്പിക്കും. എല്ലാവരും പിന്മാറി പൊക്കോണ്ടിരുന്നു. പിടിച്ചു നിന്നൊരുത്തനുണ്ട്, അറിയാമല്ലോ, ഗിദെയോൻ. അവന് കൊടുത്ത പേരെന്താ? പരാക്രമശാലി. യുദ്ധം നയിക്കാൻ മുന്നണി പോരാളിയായിട്ട് അവനെ നിർത്തി ന്യായാധിപനായി മാറിയത് പിടിച്ചു നിന്നവനാ.
പിന്മാറിയാൽ നാശത്തിലേക്കാണ്. മുന്നേറാൻ ഒരുത്തൻ തയ്യാറായപ്പോൾ ദൈവം പറഞ്ഞു, ഗിദെയോനെ, നിന്റെ ഈ ബലത്തോട് പോക, മിദ്യാന്യരെ ഞാൻ ഒറ്റ മനുഷ്യനെ പോലെ തോൽപ്പിക്കാൻ പോവുക. മിദ്യാന്റെ സൈന്യം അസംഖ്യമാണെങ്കിലും നീ ഒറ്റയ്ക്ക് മതി. ഗിദെയോൻ എങ്ങനെ ഈ ബലം കിട്ടി? മുന്നേറാൻ തയ്യാറായപ്പോൾ ദൈവം പറഞ്ഞു, നീ രക്ഷപ്പെടാനുള്ളവനാ, നിന്നിലൂടെ ചിലര് രക്ഷപ്പെടും. നീ പിന്മാറിപ്പോയാൽ പലരും നിന്നിലൂടെ തകരാൻ സാധ്യതയുണ്ട്. നീ മുന്നേറാമോ, നീ രക്ഷപ്പെടും. നീ മാത്രമല്ല, നിന്റെ കൂടെ ഉള്ളവരെ രക്ഷിക്കാൻ നിനക്ക് കഴിയും. ഒരു ഉദാഹരണം കൂടി എടുത്തു കാണിച്ചോട്ടെ. ഏലത്താഴ്വരയിൽ വെല്ലുവിളിച്ചുകൊണ്ട് നിന്ന ഗോലിയാത്തിന്റെ വെല്ലുവിളിയുടെ മുമ്പിൽ പിന്മാറുന്നൊരു ഗ്രൂപ്പ്. നമ്മളിപ്പം വായിച്ച വാക്യം മറക്കല്ലേ? പിന്മാറുന്നുവെങ്കിൽ ഒന്ന് വായിച്ച വാക്യം. അടുത്ത്, പിന്മാറുന്നു എങ്കിലോ എന്റെ ഉള്ളത്തിൽ, ദൈവത്തിന്റെ ഉള്ളത്തിൽ പിന്മാറുന്നവരിൽ പ്രസാദമില്ല. ഞാൻ ചോദിച്ചോട്ടെ, ശൗലിൽ ദൈവം എന്തുകൊണ്ടാണ് പ്രസാദിക്കാഞ്ഞ? പിന്മാറി. എന്നാൽ ദാവീദിൽ എന്തുകൊണ്ട് പ്രസാദിച്ചു? അവൻ മുന്നേറി. വെല്ലുവിളി വന്നപ്പോഴും അവൻ പിന്മാറിയില്ല. ഗോലിയാത്ത് അവനെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള, നീ എന്തോ കാണിക്കുന്ന, നീ എന്തിനാ ഇങ്ങോട്ട് വരുന്ന, നിന്നെ ഇപ്പം തകർക്കുമെന്ന് പറഞ്ഞിട്ട് പിന്മാറിയില്ല. മുന്നേറാൻ തയ്യാറായാൽ അവരെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്. പിന്മാറിയാൽ, ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ, ദാവീദ് പിന്തിരിഞ്ഞ് ഓടിയിരുന്നെങ്കിൽ ദാവീദിന് എവിടം വരെ ഓടാൻ കഴിയും? ജാനുബാഹുവായ ഗോലിയാത്ത് 3 or 4 സ്റ്റെപ്പ് എടുക്കുമ്പോഴത്തേക്കും ദാവീദിന്റെ കാര്യം കഴിഞ്ഞാന്. എന്നാൽ പിന്മാറാതെ നേരെ നിന്നത് കൊണ്ടാണ് ദാവീദിന് അവിടെ വിജയം കിട്ടിയതെങ്കിൽ. ദൈവമക്കളെ, ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ ഒന്നുകൂടെ ആവർത്തിച്ചോട്ടെ, നമ്മൾ ഏത് ഗ്രൂപ്പിലാണ്? ആ വാക്യം ഒന്ന് വായിക്കാമോ? 38, 39 വായിച്ചു. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല. ഇനിയും പൗലോസ് അപ്പോസ്തലൻ എബ്രായ ക്രിസ്ത്യാനികളോട് പറഞ്ഞു, നാം വിശ്വസിച്ച് രക്ഷ പ്രാപിക്കുന്നവരുടെ, നമ്മളോട് ഉത്തരം പറ. ഞാൻ ഏത് ഗ്രൂപ്പിലാ? പിന്മാറുന്ന ഗ്രൂപ്പിലോ മുന്നേറുന്ന ഗ്രൂപ്പിലോ? പിന്മാറുന്ന ഗ്രൂപ്പ് നാശത്തിലേക്ക്, മുന്നേറുന്ന ഗ്രൂപ്പ് വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ ഗ്രൂപ്പ്. നമുക്ക് ഇന്ന് പകൽ ദൈവത്തോട് പറയാൻ കഴിയണം, കർത്താവേ, ഞാൻ പിന്മാറുന്ന ഗ്രൂപ്പിലല്ല, ഞാൻ മുന്നേറുന്ന ഗ്രൂപ്പിലാണ്. ഞാൻ ആ ഭാഗം ഇവിടെ ഒന്ന് കൺക്ലൂഡ് ചെയ്തോട്ടെ. പിന്മാറാൻ സാധ്യതയുള്ള ചില കാര്യങ്ങൾ നമ്മൾ ഇന്ന് കണ്ടു. ദൈവമക്കൾ ആത്മാർത്ഥമായി ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചാട്ട്, കർത്താവേ, യുദ്ധ ദിവസത്തിൽ ആയുധം ധരിച്ച എഫ്രൈമ്യർ പിന്തിരിഞ്ഞു പോയതിൻ്റെ കാരണം ഞങ്ങൾ കണ്ടു. യെസ്, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിക്കരുത്. ഇന്ന് പകലിരിക്കുന്ന ഇരിപ്പിൽ എത്ര പേർ പ്രാർത്ഥിക്കാൻ തയ്യാറാകും? ഒരു നിമിഷം ദൈവകരങ്ങൾ കേൾപ്പിച്ചു കൊടുത്തുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ട ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചാണ്. കർത്താവേ, എഫ്രൈം അങ്ങ് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയാണ്, പ്രത്യേക അനുഗ്രഹം ലഭിച്ചവനാ, സങ്കടദേശത്ത് വർധനവ് വരുത്തിയതാ. അപ്പന്റെ അനുഗ്രഹം, വല്യപ്പന്റെ അനുഗ്രഹം, മോശയുടെ ഗോത്രങ്ങളെ അനുഗ്രഹിച്ചപ്പോഴുള്ള അനുഗ്രഹം, ഇതെല്ലാം ലഭിച്ചവനാ. ദൈവമോമന പുത്രനായി കണ്ടവനാ, തോളിലെടുത്തവനാ. എന്നാൽ ദൈവഹിതമല്ലാത്ത ചില വഴിയിലൂടെ കടന്നുപോയതിന്റെ ഫലമായിട്ട് യുദ്ധ ദിവസത്തിൽ പിന്മാറി നാശത്തിലേക്ക് പോയതുപോലെ കർത്താവേ, ഞങ്ങൾക്കിട വരരുത് എന്ന് പകൽ ഏൽപ്പിച്ചു കൊടുത്ത് ഒരു നിമിഷം ഒന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാൻ പറ്റുമോ? കൃപ, ദൈവകൃപ. വാ തുറന്ന് ദൈവത്തോടൊന്ന് പറ. വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ കർത്താവേ എന്നെ ആക്കണം. കർത്താവേ, ഞാൻ അതിനുവേണ്ടി ആഗ്രഹിക്കുന്നു. കർത്താവേ, നാശത്തിലേക്ക് പിന്മാറുന്ന കൂട്ടത്തിലല്ല. എൻ്റെ ജീവിതവും ഉപദേശവും ഒരുപോലെ ലോകത്തിന് വെളിപ്പെടുത്തിക്കൊണ്ട് കർത്താവേ, ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ എന്നെ ആക്കണം. കർത്താവേ, സർവായുധ വർഗം എന്നെ മേൽ ധരിപ്പിച്ചിട്ടുണ്ട്. ഈ സർവായുധ വർഗം ധരിച്ചുകൊണ്ട് ഉറച്ചു നിൽപ്പാൻ കൃപ, ദൈവകൃപ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവമക്കൾ ദൈവസന്നിധിയിൽ വാ തുറന്നൊരു തീരുമാനമെടുത്ത് ദൈവകരങ്ങളിലെ കേൾപ്പിച്ചു കൊടുത്തുകൊണ്ടൊന്ന് പറഞ്ഞാട്ട്, കർത്താവെ, ഉറച്ചു നിൽക്കാൻ എനിക്ക് കൃപ തരണം. ശത്രുവിന്റെ തീയമ്പുകൾ എൻ്റെ നേരെ പാഞ്ഞെടുക്കുമ്പോൾ ഒന്നിന് പുറകായി ഒന്നായി എൻ്റെ കുടുംബത്തിന് നേരെ, എൻ്റെ തലമുറയ്ക്ക് നേരെ, എൻ്റെ ആരോഗ്യത്തിന് നേരെ, എൻ്റെ ഭൗതിക നന്മകൾക്ക് നേരെ കർത്താവെ, എൻ്റെ സ്വസ്ഥതയെ കെടുത്തുമാറ് പാഞ്ഞു വരുന്ന ചില തീയമ്പുകളുടെ മുമ്പിൽ പിന്മാറാനല്ല കർത്താവെ, വിളിച്ചത് പിടിച്ചു നിൽക്കാനാ, ഉറച്ചു നിൽക്കാനാ.
ആ ബോധ്യമുള്ളവർ ഒരുമിച്ച് അല്പസമയം ഒന്ന് സ്തോത്രം ചെയ്താട്ട് ദൈവത്തിന് നന്ദി കരേറ്റിക്കാട്ട് നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പറയാം, കർത്താവേ, പിന്മാറുന്നെങ്കിൽ എന്റെ ഉള്ളത്തിൽ അവന് പ്രസാദമില്ല. പിന്മാറുന്നവരോട് ദൈവത്തിന് പ്രസാദമില്ല. വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്, അനുഗ്രഹിക്കുന്നത്. നമുക്ക് ദൈവകരം കേൾപ്പിച്ചു കൊടുക്കാം. ഞാൻ എൻ്റെ വാക്കിവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടച്ച് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കും. എല്ലാ പ്രിയപ്പെട്ടവരും ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിച്ചാട്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവമായുധം ധരിപ്പിച്ചത് പിന്മാറാനല്ല, യുദ്ധം ചെയ്യാനാ. ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഒരു വേദനയായി ഞാൻ മാറരുത്. നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം, കർത്താവേ, എനിക്ക് വേണ്ടതെല്ലാം അങ്ങ് തന്നിട്ടുണ്ട്. ഈ ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമുള്ളതൊക്കെ എനിക്ക് തന്നിട്ടുണ്ട്. ഭൗതികമായും ശാരീരികമായും മാനസികമായും ആത്മീയമായും എനിക്ക് വേണ്ടതെല്ലാം കർത്താവേ അങ്ങ് തന്നിട്ടുണ്ട്. എനിക്കിതറിയാം കർത്താവേ. ഇനി ദൈവം എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഞാൻ ദൈവത്തിന് വേണ്ടി നിൽക്കാനാ, ഉറച്ചു നിൽക്കാനാ. ഞാൻ ആ വാക്ക് വീണ്ടും ആവർത്തിച്ച് പറയുന്നു. സർവായുധ വർഗങ്ങൾ ധരിപ്പിച്ചത് ഉറച്ചു നിൽക്കാനാ, പിന്മാറാനല്ല. ദൈവത്തിന്റെ ഹൃദയത്തിന് വേദന ഉളവാക്കാനല്ല. ദൈവം തന്റെ അവസാനത്തുള്ളി രക്തം വരെയും ഊറ്റിത്തന്ന് നമ്മളെ വീണ്ടെടുത്തത് ദൈവത്തിന്റെ ഉള്ളത്തിന് പ്രസാദമുള്ളവരായി ജീവരക്ഷ പ്രാപിക്കുന്നവരാക്കി തീർക്കുവാൻ കർത്താവിനെ കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ ഗ്രൂപ്പിൽ ഈ ഞാനും ഉൾപ്പെടാൻ ആഗ്രഹിക്കുന്നു. വലിയവനായ ദൈവം അതിനിടവരുത്തട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾക്കൂടെ വിരാമം കൊടുക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ എവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ.